കട്ടപ്പന നഗരസഭയുടെ ക്യാൻസർ രോഗനിർണയ കേന്ദ്രം, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം, സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് എന്നിവ 22 മുതൽ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കും. ക്യാൻസർ രോഗനിർണയ കേന്ദ്രം മന്ത്രി റോഷി അഗസ്റ്റിനും, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ഡീൻ കുര്യാക്കോസ് എംപിയും, സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്ക് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോണും ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 20 ഏക്കർ താലൂക്ക് ആശുപത്രിയുടെ മേൽനോട്ടത്തിൽ ആരംഭിക്കുന്ന കേന്ദ്രത്തിൽ സംസ്ഥാനത്തെ പ്രമുഖ ക്യാൻസർ ചികിത്സാ ആശുപത്രികളുടെയും സേവനം ലഭ്യമാക്കും. നഗരപ്രദേശങ്ങളിൽ സമഗ്ര പ്രാഥമിക ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനും ആരോഗ്യ സേവനങ്ങൾ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നതിനും പുതിയ സംരംഭത്തിലൂടെ സാധിക്കും. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗനിർണയ കേന്ദ്രവും നഗര ജനകീയ ആരോഗ്യ കേന്ദ്രവും സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്ക് എന്നിവയുടെ ഉദ്ഘാടനം നമ്മൾ ഏപ്രിൽ 22-ാം തീയതി ചൊവ്വാഴ്ച 12 മണിക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ദന്തൽ ചികിത്സാ രംഗത്ത് കേന്ദ്ര സർക്കാർ സഹകരണത്തോടെ നഗരസഭയുടെ നിയന്ത്രണത്തിലാണ് സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്ക് ആരംഭിക്കുന്നത്. ഈ വിഭാഗത്തിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ചികിത്സയും ആധുനിക സജ്ജീകരണങ്ങളും ഉണ്ടാകും. ഈ കേന്ദ്രങ്ങളിലെല്ലാം ചികിത്സ പൊതുജനങ്ങൾക്ക് സൗജന്യമായിരിക്കും. ക്യാൻസർ ഡിറ്റക്ഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ബഹുമാനായ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കുന്നതും ജനകീയ അർബൻ PSC ഉദ്ഘാടനം അത് ബഹുമാനായ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് നിർവഹിക്കുന്നതും ഡെന്റൽ പോളി ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ബഹുമാനായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ VP ജോൺ നിർവഹിക്കുന്നതാണ്. ഇതോടുകൂടി നമ്മൾ 3 അർബൻ PSCകളാണ് ആരംഭിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അത് 3ാമത്തേതാണ്. ഇത് വള്ളക്കടവിലും നത്തയിലും നമുക്ക് ആരംഭിച്ച് അത് വിജയകരമായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. 1 കോടി രൂപ ചെലവഴിച്ചാണ് 3 കേന്ദ്രങ്ങളും ആരംഭിക്കുന്നത്. ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായവും ആരോഗ്യവകുപ്പിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന് പ്രത്യേക പരിഗണനയും ലഭിച്ചതോടെയാണ് 3 കേന്ദ്രങ്ങളും ഒരിടത്ത് പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചതെന്ന് ഭരണസമിതി അറിയിച്ചു. നമ്മൾ പഴയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓഫീസ് കെട്ടിടം ആ ഒരു ആവശ്യത്തിന് വേണ്ടി അവരോട് ചോദിക്കുകയും അവരത് വിട്ടുതരികയും ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിന് അവിടെ ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി ആണ് അവിടെ രോഗനിർണയ കേന്ദ്രം നമ്മൾ ആരംഭിക്കുന്നു. കേരളത്തിലെ പ്രമുഖ ആശുപത്രിയിൽ നിന്നുമുള്ള ഡോക്ടർമാർ ആഴ്ചയിൽ 2-3 ദിവസം രോഗികളെ പരിശോധിച്ച് അവിടെ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്ത് അത് അവർ ഏത് ആശുപത്രിയിൽ നിന്നാണോ ഡോക്ടേഴ്സ് വരുന്ന അതേ ആശുപത്രിയിൽ തന്നെ അതിന്റെ പരിശോധന നടത്തി റിസൾട്ട് പറയത്തക്ക ക്രമീകരണമാണ് ഇപ്പോൾ ക്യാൻസർ രോഗനിർണയ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടത്തിയിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ അതിനോട് അനുബന്ധിച്ച് നമ്മൾ സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്ക് അത് നമ്മുടെ ജില്ലയിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു ഡെന്റൽ ക്ലിനിക്ക് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ സൗജന്യമായി ഡെന്റൽ ചികിത്സ കട്ടപ്പനയിൽ വിദഗ്ധ ഡോക്ടർമാരെ കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു വളരെ സൗകര്യമാണ്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് നമ്മളുടെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം കൂടി അവിടെ ആരംഭിക്കുക. നഗര ജനകീയ ആരോഗ്യ കേന്ദ്രവും അതോടൊപ്പം തന്നെ സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കും എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ക്യാൻസർ ഡിറ്റക്ഷൻ സെന്റർ ഒരാഴ്ചയിൽ 2-3 ദിവസം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഓരോ ദിവസവും ഏതെങ്കിലും പ്രത്യേക ആശുപത്രിയിൽ നിന്നും വരുന്ന ഡോക്ടർമാരായിരിക്കും രോഗികളെ പരിശോധിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളുടേതാണ്. അവിടുന്ന് സാമ്പിൾ കളക്ട് ചെയ്യുന്നതിനും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മളുടേത് തന്നെയാണ്. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയാകും. DMO ഡോക്ടർ സുരേഷ് വർഗീസ്, നഗരസഭാ കൌൺസിലർമാർ, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും. ജില്ലയിലെ ആദ്യത്തെ ക്യാൻസർ രോഗനിർണയ കേന്ദ്രമാണ് കട്ടപ്പനയിൽ ആരംഭിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ബീന ടോമി, ജോയി വെട്ടിക്കുഴി, അഡ്വക്കേറ്റ് KJ ബിന്നി, സിബി പാറപ്പൈ, ജോയി ആനത്തോട്ടം എന്നിവർ പങ്കെടുത്തു.